ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാക്സിഡ. എല്ലാവർക്കും അറബി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ എല്ലാവർക്കും SLC എക്സാം ആയിരിക്കും അറബിൻ്റെ. അപ്പോൾ നമുക്ക് അത്യാവശ്യമായ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അത്യാവശ്യമായ ഗ്രാമറാള്, കോൺവെർസേഷൻ, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടാവും അറബി ക്വസ്റ്റ്യൻസ് ആയിട്ട്. അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജിയാനും മർക്കത്ത് എന്നവരാരാണ് എന്നാണ്. അപ്പോൾ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് റിയാലിയൻ മാനിയൻ അദീബൻ. റിയാൽ എന്ന് പറഞ്ഞാൽ സ്പോർട്സ്മാൻ, മാനി എന്ന് പറഞ്ഞാൽ പാട്ടുകാരൻ, അദീബൻ എന്ന് പറഞ്ഞാൽ സാഹിത്യകാരൻ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റിയാലിയൻ, സ്പോർട്സ്മാൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, ജാ വന്നു ഇല്ലിൽ മദ്രസയിലേക്ക് വന്നു മുദരിസ് വന്നു. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ജദീദത്ത്. അപ്പൊ നഅത്തും മൻഊത്തും പഠിച്ചവർക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും ഏതാണെന്ന്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജദീദത്തുൻ എന്നാണ്. അതായത് ഇവിടെ മൻഊത്തിൽ മുദരിസത്തിന്റെ ഇവിടെ നമുക്ക് ഏറാബ് കാണാം. ഈ ഏറാബ് തന്നെയാണ് ഈ ജദീദത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജദീദത്തുൻ എന്നാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ഹിബാറത്ത് സഹിയത്ത് മിനൽ ആതിയത്ത. താഴെയുള്ള ഹിബാറയിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ്. അപ്പോൾ നമുക്കിവിടെ 3 പോയിന്റ് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റിൽ ഏതാണ് ശരി ഉത്തരം നോക്കാനാണ്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ്, ബാത്തത്തിൽ ഉമ്മു സാഹിറത്തുൻ. അതായത് ബാത്ത എന്ന് പറയുന്നത് കാനയുടെ രുവാത്താണ്. അപ്പൊ ബാത്തത്തിൽ ഉമ്മു, ഈ ഉമ്മു എന്ന് പറയുന്നതിന് എന്താണ്, ലൊമ്മാണ്. അതായത് കാനയുടെ ഇസ്മിന് ലൊമ്മാണ്, കറക്റ്റ് ആണ്. സാഹിറത്തുൻ അതിന്റെ ഖബറിന് ഫത്തുവാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ശരിയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, തോലിബത്തുൻ നഷീദത്തുൻ നജാത്തുൻ, തെറ്റാണ്. കാരണം തോലിബത്ത് എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്. നഷീദത്തുൻ എന്നാണ് വേണ്ടത്. മൂന്നാമത്തെ, ലൈസൽ ജവ്വു മൗത്തദിലുൻ എന്നാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബാത്തത്തിൽ ഉമ്മു സാഹിറത്തുൻ. ഇനി നേരെ അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, ഇവിടെ നമുക്ക് കാനഹിവാത്തുകൾ തന്നിക്കണം. ഇതൊക്കെയാണ് ഈ കാനഹിവാത്ത് എന്ന് പറയുന്നത്. കാന, സൊറ, അസ്ബ, ഹംസ, അൽഹ, ലൊല്ല, ബാത്ത. ഇതിന്റെ ഗ്രാമർ എന്ന് പറയുന്നത് കാന എന്ന അറഫിന്റെ ശേഷം വരുന്ന ആദ്യത്തെ ഇസ്മിന് എന്തേക്കാരം, ലൊമ്മയിക്കാരം. അതാണ് കാന സാഹിറു, അതിന്റെ ഹബറിന് ഇസ്മു ഇക്കാരം. അമീനൻ, കാനൽ സാഹിറു അമീനൻ ആമൻ. ഇനി അടുത്തത്, സോറ എന്ന അറഫ് വന്നിക്കണം. ഈ സോറ എന്നതിന്റെ ഇസ്മിന് എന്താണ്, ലൊമ്മാണ്. അതിന്റെ ഹബറിന് ഫത്തവുമാണ്. സോറൽ സാഹിറു ഷഈറുൻ, കവി അറിയപ്പെടുന്നവനായി. വാസ്ബത്ത് തക്സു മുഅ്തദിലുൻ, അസ്ബ ആയി തക്സുൻ, കാലാവസ്ഥയായി, മുഅ്തദിൽ മിതമുള്ളതായി. അതായത് അസ്ബന്റെ ഇസ്മിന് ഇവിടെ ലൊമ്മാണ്, അതിന്റെ ഹബറിന് റഫാണ്. അതിന്റെ ഹബറിന് ഫത്താണ്. ഇനി ലൈസൽ ജവു ഹാറൻ, കാലാവസ്ഥ ചൂടുള്ളതായില്ല. അപ്പോൾ ലൈസ് എന്ന അറഫിന്റെ ഇസ്മിന് എന്താണ്, ലൊമ്മാണ്, അതിന്റെ ഹബറിന് ഫത്താണ്. ബാത്തിൽ മൂക്കവിലുൻ, കാറുകാരനായി, കെലീക്കൻ ആശങ്കയുള്ളവനായി. അപ്പോൾ എന്താ, ബാത്ത് എന്ന അറഫിന്റെ ഇസ്മിന് ഇവിടെ എന്താണ്, ലൊമ്മാണ്, അതിന്റെ ഹബറിന് ഫത്താണ്. അതായത് ഇത്രേ ഉള്ളൂ കാനാവാത്ത്. ഈ കാനയുടെ അറഫുകൾക്ക് എന്താണ്, ആദ്യത്തെ ഇസ്മിന് ലൊമ്മും അതിന്റെ ഹബറിന് ഫത്തവും, അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തത്, എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ചോദ്യക്കാരത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഇതിന്റെ ആൻസർ പഠിച്ചു വെക്കുക. ഇതില് വഹുബ്ബുക യാ ഹഹി ഹുബ്ബി. ഇതേപോലെ കുറച്ച് അടിയിലും ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വാ ഡാഷ് യാ അഹി ഡാഷ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഫീലോട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ. വഹുബ്ബുക യാ അഹി ഹുബ്ബി, വസദഖുക യാ അഹി സദഖി, വകൽബുക യാ അഹി കൽബി, വഉസ്നുക യാ അഹി ഉസ്നി, വറൂഹുക യാ അഹി റൂഹി. ഇതാണ്, ഇതെല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, മുലാഫിലെയും ചെയ്യാനാണ് പറയുന്നത്. ഇതും ഉറപ്പായിട്ട് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, അല്ല ഉസ്താദു ജാമിയത്തുൻ. എന്നിട്ട് അതിന്റെ ആൻസർ ഇപ്പുറത്ത് തന്നിട്ടുണ്ട്, ഉസ്താദു ജാമിയത്തുൻ. ഇവിടെ ഈ അലിഫ്ലാമ് തന്നത് ഇവിടെ എന്താണ്, കളഞ്ഞിട്ടുണ്ട്. ഇവിടെ മുദീറു
ശരിക്കത്തിൻ. ഇവിടെ അതിന്റെ ആൻസർ അൽ മുദീർ ശരിക്കത്തി. അതായത് ഇവിടെ ഇവിടെ ഉസ്താദി എന്ന് വന്നതിൽ അലിഫ്ലാമും കളഞ്ഞു ഇവിടെ ജാമിയത്ത് എന്നുള്ള ലൊമ്മിനെ ഇവിടെ എന്താട്ടി കെസറാക്കിയേക്കാണ്. അതായത് അതിന്റെ അവസാനം വരുന്ന മുലാഫിലേക്ക് നമ്മൾ എന്താ കെസർ കൊടുക്കണം. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അൽ മൈദാനിൽ പ്ലസ് മദ്രസത്തുൻ, അമീനൻ പ്ലസ് മക്തൂബത്തുൻ, തൊബീബുൻ പ്ലസ് മുസ്തഫുൻ, താലിബൻ പ്ലസ് ജാമിയത്തുൻ, മോഹന്തസുൻ പിന്നെ മസ്നവൻ. അപ്പൊ ഇതിന്റെ ആൻസർ കൂടി നമുക്ക് നോക്കാം. അൽ മൈദാനിൽ മദ്രസത്തി എന്നുള്ളത് അലിഫ്ലാം കളഞ്ഞ് മൈദാനിൽ മദ്രസത്തി എന്നായി. അമീനൻ മക്തൂബത്തി എന്നുള്ളത് അമീനൻ മക്തൂബത്തി എന്നായി. തൊബീബുൽ മുസ്തഫി എന്നുള്ളത് തൊബീബുൽ മുസ്തഷഫ് എന്നായി. തോലിബുൽ ജാമിയത്തുൻ എന്നുള്ളത് തോലിബുൽ ജാമിയത്തി എന്നായി. മുഹന്ദിസുൽ മസ്നവ് എന്നുള്ളത് മുഹന്ദിസുൽ മസ്നഇ എന്നായി. സാഹിക്കുൽ അൽഫത്തി എന്നുള്ളത് സാഹിക്കുൽ അൽഫത്തി എന്നായി. റൈസുൽ കിസ്മുൻ എന്നുള്ളത് റൈസുൽ കിസ്മി എന്നായി. നാദിറുൽ മദ്രസത്തു എന്നുള്ളത് നാദിറുൽ മദ്രസത്തി എന്നായി. അതായത് ഇവിടെ അലിഫ്ലാം വരികയാണെങ്കിൽ അലിഫ്ലാമിന് മുലാഫുൽ അലിഫ്ലാമിനെ കളഞ്ഞ് അതിന്റെ മുലാഫിലേക്ക് അവസാനം കെസർ കൊടുക്കാനാണ് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തെർത്തീബാക്കാനാണ്, ക്രമപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മാതൃകയിൽ നമുക്ക് കുറച്ച് ചോദ്യം തന്നിട്ടുണ്ട്. എന്താണ്? മിസ്ലൻ മോഡല് ബിശറഅത്തിൻ അജാബത്തുൻ ഷാനത്തുൻ. അതിന്റെ ആൻസർ കൂടെ തന്നിട്ടുണ്ട്. അജാബത്തുൻ ഷാഹിനത്തുൻ ബിസ്റഅത്തുൻ. അതായത് ഇങ്ങനെ ക്രമപ്പെടുത്താൻ പറയുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ അർത്ഥങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക, എന്നിട്ട് വേണം ക്രമപ്പെടുത്താൻ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം തന്നിട്ടുണ്ട്. ഇസ്മുഹ ഫി സുജലി താരിവൻ. അപ്പൊ ഇതിന്റെ ആൻസർ വന്നത് സുജില്ല കൊത്തിവെക്കപ്പെട്ടു ഇസ്മുഹ അവളുടെ പേര് ഫിത്താരി ചരിത്ര ഗ്രന്ഥത്തിൽ, അതായത് ചരിത്രത്തിൽ. രണ്ടാമത്തത് തന്നിട്ടുള്ളത് നശീത്തത്തും കാനം ദാരിസുൽ മറിയമോ എന്നാണ്. അപ്പോൾ കാനഹവാത്ത് പഠിച്ചവർക്ക്, അതായത് കാനയുടെ നിയമം പഠിച്ചവർക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തേക്കാരം ഇതിൽ ആൻസർ തന്നിട്ടില്ല, പക്ഷെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കാനത്തിൽ മറിയമോ മറിയമായി ദാരിസത്തുൻ, അതിന്റെ മനൂത്ത് നശീത്തത്തുൻ. ഞാൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം തൊബീബുൽ ഐമന സോറ. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതും കാനാവാത്ത് പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇത് കാനാവാത്ത് പഠിച്ചവർക്ക് കിട്ടും. ആയി സോറൽ ഐമനു ഐമനായി തൊബീബൻ ഡോക്ടറായി. ഇനി അടുത്തത് നാലാമത്തത് ബാത്തത്ത് സായിറത്തിൽ ഉമ്മു. അപ്പൊ എന്തേക്കാരോ ബാത്തത്തിൽ ഉമ്മു സായിറത്ത്. ഇനി 5 അജ്മലു ഫി എത്തലക്കൽ കുല്ലിയത്ത്. അജ്മലു കോളേജിലെത്തി. അപ്പൊ എന്തേക്കാരോ ഇത്തഹക്കൽ അജ്മലു ഫി കുല്ലിയത്തി. ഇനി അടുത്ത ചോദ്യം ലഹിൽ സൂറത്ത് ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ച കോയിദൽ താഹിലിക്കൽ മുനാസിബിൻ യോജിച്ച തലക്കെട്ട് നീ കൊടുക്കുക എന്നാണ്. അത് എക്സാമിന് ഷുവറായിട്ട് വരുന്ന ഒരു ചോദ്യക്കാരൻ. ഇങ്ങനെ കുറച്ച് ചിത്രങ്ങളെ നമുക്ക് തരും. അപ്പൊ അതിന് അടിസ്ഥാനമായൊരു എന്ത് കൊടുക്കണം? ഒരു താലൂക്ക്, അതായത് തലക്കെട്ട് കൊടുക്കണം. ഇപ്പൊ ഇവിടെ പണിയെടുക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുന്നത്. അതിന് നമ്മൾ കൊടുത്ത പോയിന്റാണ് എസ്ദത്തുൽ ഫളുൽ സൊനായിൽ കുലിയോമി. എസ്ദത്ത് അധികരിക്കുന്ന ഫളുൽ അവരുടെ ശ്രേഷ്ഠത, സൊനായി നിർമ്മാണക്കളുടെ ശ്രേഷ്ഠത വർദ്ധിക്കുന്നു. കുല്ലിയോമിൻ എല്ലാ ദിവസവും. ഇനി അടുത്ത ചോദ്യത്തിൽ നോക്കാം. അടുത്തത് കമ്മിൽ ഫി ഫിറായിൻ മനാസിമിൽ ഫീലിൽ കൗസീൻ. ബ്രാക്കറ്റ് എന്ന ഫീലുകളെ നീ എന്താക്കുക, പൂർത്തിയാക്കുക എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ തന്ന ഫീലുകളുണ്ട്. ഈ ഫീലുകളൊക്കെ എന്ത് കാട്ടണം? ഈ ഫീലുകൾക്ക് അവസാനം എന്ത് വരണം? ഫത്തഹ് വരണം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുലാരിയ ഫീലിന് എപ്പോഴും അവസാനം എന്തേക്കാരം? ലൊമ്മേക്കാരം. അതിനെ ഫത്തഹ് ആക്കാനാണ് പറയുന്നത്. അപ്പൊ ഫത്തഹ് ആക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ വെച്ചാൽ 4 അക്ഷരങ്ങളുണ്ട്. ഒന്ന് അൻ ലൻ വക്കൈ ഇത്. പക്ഷെ ഇവിടെ ആകെ 2 അക്ഷരം നമുക്ക് ഇപ്പൊ തന്നിട്ടുള്ളൂ, വാന്നു വക്കയ്യോ. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ആൻസർ. യജിബു അലൈക്ക, നിന്റെ മേൽ നിർബന്ധമാണ്. അൻ എച്ചത്ത ഹീദു, അതായത് നീ പരിശ്രമിക്കൽ. അപ്പൊ ഇവിടെ എന്തേക്കാരം അതിന് വരിക? അടുത്തത് വാൻ എത്തുറക്ക, നിനക്ക് നിന്റെ മേൽ നിർബന്ധമാണ്, അതായത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. കസ്ലൻ മടി, കൈ എന്തിനു വേണ്ടി? നീ കൈ എത്ത ഹക്കക്ക,
നീ നേടുവാൻ വേണ്ടി ഉംനിയത്തുക്ക നിന്റെ ആഗ്രഹങ്ങൾ. അതായത് യജീബു നിന്റെ മേൽ നിർബന്ധമാണ്, യജീബു അലൈക്ക നിന്റെ മേൽ നിർബന്ധമാണ്, അൻ എച്ചതഖിദു നീ പരിശ്രമിക്കൽ, വൻ യത്രുക്ക നീ തീർച്ചയായും നീ ഉപേക്ഷിക്കുക, കസ്ലു മടിയെ, കൈ എത്തഹക്കുക നീ നേടുവാൻ വേണ്ടി ഉംനിയത്തുക്ക നിന്റെ ആഗ്രഹങ്ങൾ. ഇനി അടുത്തത് മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലൊമീറുകൾ ഇഷ്ടം പോലെ ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഈ ഗ്രാമർ ഒന്ന് നോക്കി നോക്കാം. അതായത് കായിമൻ, ഈ കായിമൻ എന്ന നിൽക്കുന്നവനാണ്. ഇതിന്റെ യഥാർത്ഥ ഗ്രാമറിൽ നിന്ന് നമ്മൾ അർത്ഥം വെക്കുമ്പോൾ കായിമൻ എന്ന് പറയുന്നത് അവനൊരു പുരുഷൻ നിൽക്കുന്നവനാണ്. അപ്പൊ ഇവിടെ അവൻ എന്ന് പറയുമ്പോൾ ഏതേക്കാരം വരിക? ഹുവ, അവൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹുവ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. ദാരിസാനി നഷിയത്താനി. ഇവിടെ ഈ അവസാന അലിഫ് ഒരു ന്യൂനും വരുന്നുണ്ട്, ആനി എന്ന് വരുന്നുണ്ടെങ്കിൽ എന്തേക്കാരം? അതെപ്പോഴും രണ്ടും നയിക്കാരം സൂചിപ്പിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹുമ, അവർ രണ്ടുപേർ. ഇനി ആലിമൂന, ആലിമൂനയുടെ ധാരാളം പണിക്കാർ, മൂന്നിൽ കൂടുതലുള്ള പണിക്കാരെയാണ് ആലിമൂന എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് എന്തേക്കാരം? ഏക്കാരം ഹുവ ഇയ ഹും. ഏതേക്കാരം വരിക? ഹും, അവർ. ഇനി ഷാരിബത്തുൻ, ഷാരിബത്തുൻ എന്ന് പറഞ്ഞാൽ അവളൊരു സ്ത്രീ കുടിക്കുന്നവളാണ്. അപ്പോൾ എന്തേക്കാരം ഇവിടെ വരിക? ഹിയ. ഇനി ജാലിസത്താനി അവർ രണ്ടുപേർ ഇരിക്കുന്നവരാണ്. അപ്പൊ രണ്ട് എന്ന് പറയുന്നത് എന്തേക്കാരം? ഹുമ. അതായത് ലൊമീറിന്റെ ഗ്രാമർ നമ്മൾ പഠിച്ചിരിക്കേണ്ട നിർബന്ധമാണ്. ലൊമീർ പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സൊർഫാക്കാനാണ് പറയുന്നത്. അതായത് ഇവിടെ മുള്ളാരെ ഫീല് വന്നിക്കണേ നമുക്കിവിടെ. എജിലിസു, എജിലസാനി, എജിലിസൂന, തെജിലിസു, തെജിലസാനി, എജിലിസിന. അതായത് ഫീലിന്റെ 14 രൂപങ്ങളുണ്ട്. ആ 14 രൂപങ്ങളെ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചണം. മാലിക്കും 14ആണ്, മുള്ളാരിക്കും 14ആണ്. ആ 14 ഈസി ആയിട്ട് പഠിച്ച ഗ്രാമറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. എക്തുബു, എക്തുബാനി. ഇവിടെ എന്തേക്കാരം? എക്തുബൂന എന്നായിരിക്കും. ഇവിടെ അവസാനം നൂനും വന്നവരി, വാവ് നൂനും വന്നവരി എക്തുബൂന. പിന്നെ ഇവിടെ തെക്തുബു, തെക്തുബാനി, എക്തുബുന. ഇനി അടുത്തത് എക്സാമിന് എന്തായാലും ഷുവറായിട്ട് ചോദിച്ചാൽ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിക്കാരം എത്തും. അതില്ലെങ്കിൽ ഇതേപോലെ ഒരു പാറ്റേൺ തന്നാണ്ട് എന്തായാലും എക്സാമിന് ചോദിക്കും. അതായത് ഇവിടെ നമുക്കൊരു ബയോഡാറ്റ തരുന്നിട്ട് ആ ബയോഡാറ്റയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും തരും. ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് ആൻസർ ഉണ്ടാക്കാനാണ് പറയുന്നത്. അർത്ഥറിഞ്ഞ് പഠിച്ച ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് 4ഉം 5ഉം മാർക്കും നേടാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഉലിദത്ത് ബാദിൽ ബാനു ബീഗം ആമിൻ. ബാനു ബീഗം ജനിച്ചു ആമിൽ 1850. എവിടെ? ഫി റുമൂരി മിൻ വിലായത്തിൽ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് റുമൂരി എന്ന സ്ഥലത്ത് വെച്ച്. ഹിയ വാലിദത്തിന് അവരുടെ 2 മക്കൾ എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഷജാഅത്തുൽ കസീറൻ ധാരാളം ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. മുല്ലനി അല മുജ്റബത്തിൽ ബരീത്തേനി ഫിഷബിലിൽ ഹുറൂത്തിൽ ഹിന്ദി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ വേണ്ടി ധാരാളം പോരാളികളെ പ്രോത്സാഹിപ്പിച്ചു. അതായത് മുനാലിൻ എന്ന് പറഞ്ഞാൽ പോരാളികൾ. അലൽ മുജാറബത്തി എന്നിൽ പറഞ്ഞാൽ അലൽ മുജാറബത്തിൽ ബരീത്തോനിയത്ത് എന്ന് പറഞ്ഞാൽ പോരാട്ടം. മുജാറബത്ത് പറഞ്ഞാൽ പോരാട്ടം. അപ്പൊ തൂഫിയത്തിൽ ഹാദിയിൽ വത്തിലത്തുൻ. അപ്പൊ തൂഫിയത്ത് മരണപ്പെട്ടു. ഹാദിയിൽ വത്താലത്തുൻ ഈ നായിക. നവംബർ 1924. 1924 നവംബർ 13 ബാനു ബീഗം മരണപ്പെട്ടു. ഹിന്ദി. ഇന്ത്യയുടെ ഉമ്മത്തിന് വേണ്ടി ധാരാളം സംഭാവനകൾ ചെയ്യപ്പെട്ടു. നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇസ്മുൽ കാമിൽ ഫുൾ നെയിം എന്താന്ന് ചോദിക്കുന്നത്. അപ്പൊ ഫുൾ നെയിം എന്താ? ഇബാദി ബാനു ബീഗം.
ഇനി രണ്ടാമത് മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം എവിടെയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്ന് റാംപൂർ മിൻ വലിയത്തിൽ ഉത്തർപ്രദേശ്. ഇനി ആമുൽ മീലാദ് ജനിച്ച വർഷം ഏതാണ് ചോദിക്കുന്നത്. ജനിച്ചത് എന്നാ 1850. ഇസ്മാത്ത് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ സംഭാവന. എന്താണ് ഇസ്മാത്ത് അലീമത്തിൽ ഉമ്മത്തിൽ ഹിന്ദി. ഇനി താരിഖുൽ വഫാത്ത് മരണപ്പെട്ട ഡേറ്റ് എന്നാണ് ചോദിക്കുമ്പോൾ 1924 നവംബർ 13. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സാമിന് കുറച്ച് ചിത്രങ്ങൾ വരും, ആ ചിത്രത്തിന് അടിക്കുറിപ്പ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാം, നമുക്കിവിടെ 1 2 3 4 5 6 അടിക്കുറിപ്പുകൾ തന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് കാണാപ്പാടം പഠിച്ച അടിക്കുറിപ്പുകൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. അപ്പൊ ഒന്നാമത്തത് യാ ഇലാഹന അൽ തറ ഹവാലന, ഞങ്ങളുടെ നാഥൻ ഞങ്ങളുടെ അവസ്ഥ നീ കാണുന്നില്ലേ. അഷയംലി അൽ സമാനു കമ മല ഒയർഹു, മറ്റുള്ള കാലങ്ങൾ പോലെ ഈ സമയവും കടന്നു പോകും. ലാ ഉസ്നു യദൂമു വല ഫറു യഉല്ലുദു, ദുഃഖം എന്നും നിലനിൽക്കില്ല, സന്തോഷം ശാശ്വതമല്ല. അൽ യോമുൽ തംലി വൽ യോമുൽ ഇസ്വലു, ദിവസങ്ങൾ കടന്നു പോകും, വേദനയും മാറിപ്പോകും. ബാദുൽ ലോയ്ക്കൽ യഅ്തി ഫർജൻ, പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസം വരും. മനൻ ലാ യർഹമു, കരുണ കാണിക്കുന്നവരോട് കരുണ കാണിക്കപ്പെടുകയും ഇല്ല. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ഹിവാറാണ്, ഒരു സംഭാഷണം. അപ്പൊ നമുക്കിവിടെ ഹാലിദ് എന്ന കുട്ടിയുടെ സംഭാഷണമാണ് നോക്കാം. ഹാലിദ് സബാഹുൽ ഹൈർ, ഗുഡ് മോർണിംഗ്. മുഹാസിബൻ അക്കൗണ്ടന്റ്. സബാഹുൽ നൂർ അഹ്ലും ബിക, തിരിച്ചു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഹാലിദ് ഞാൻ ഉദ്ദേശിക്കുന്ന നദ്ഫ, അടക്കാൻ വേണ്ടിയ സമനൻ വില, മുസ്തറിയാത്തുൻ ഞാൻ വാങ്ങിയത്. മുഹാസിബൻ ഹസ്നൻ ഓക്കെ, മാതാസ്തസ്തരിയോമ നിങ്ങൾ ഇന്ന് എന്താണ് വാങ്ങിയത്. അപ്പൊ ഖാലിദ് പറയും ഇസ്ത്രൈത്തു ഞാൻ വാങ്ങിയ സുക്കൂലത്തൻ ചോക്ലേറ്റും ബുസ്കൂനത്തൻ ബിസ്ക്കറ്റും വലീഫൻ ഫൗക്കിയ കുറച്ച് പഴങ്ങളും. ഷൈറു കുലു നിങ്ങളുടെ മൊത്തം ബില്ല് 50 ദിർഹം 9 ദിർഹമാണ്. അപ്പൊ ഞാൻ ഹാലിദ് ആദ്യ 50 ദിർഹ തഫല്ലൽ, ആദ്യ 50 ഇതാ 9 ദിർഹമുണ്ട് തഫല്ലൽ ഓക്കെ ശുക്രൻ നന്ദി. ആദാ വല്ലുലും ദഫായി, ഇതാ നിങ്ങളുടെ അടക്കാനുള്ള റെസിപ്റ്റ്. ഇനി ഹാലിദ് പറയുന്നു ഹഫു ഓക്കെ ഇല്ലല്ലിക്കായി വീണ്ടും കാണാം ഫി അമാനുള്ള, അള്ളാഹുവിന്റെ സംഭാഷണത്തോടെ. അപ്പൊ എക്സാമിന് എന്തായാലും ഒരു ഹിവാർ വരും. അപ്പൊ നമ്മൾ ഹിവാർ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് ഇത് കുറച്ച് ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചു നോക്കുക. അത് എന്താ വെച്ചാൽ ഇന്റർവ്യൂ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറയാം എക്സാമിൽ. അപ്പൊ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇത്. ഒന്ന് മാ ഇസ്മുക്ക കരീം, നിങ്ങളുടെ പേരെന്താണ്. മാ ഇസ്മുൽ വാലിദും വാലിദത്തുക, നിങ്ങളുടെ ഉപ്പയുടെ പേരും ഉമ്മയുടെ പേരും എന്താണ്. അത്താ വലിദത്ത്, നിങ്ങൾ എന്നാണ് ജനിച്ചത്. അയിന് ദർസത്ത്, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്. മാഹിയ മനാസിബക്കുൻ, നിങ്ങൾ എന്താണ് നേടിയത്. മുഅല്ലിഫത്തുൻ ജവായിസത്തുൻ, നിങ്ങളുടെ മുനാസിബുൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോബി എന്താണ്. മുഅല്ലിഫത്തുൻ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്. ജവായിസത്തുൻ നിങ്ങളുടെ അവാർഡ്. അപ്പൊ എല്ലാവരും ഈ ചോദ്യങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കുക. എന്നിട്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് നുഹിദു തഹദീറിൽ സുക്കൂന് സവായിലും വസയത്തിൽ അസ്മാക്കി മിൻ ഈനിൽ ബഹരി. നുഹിദു നിങ്ങൾ തയ്യാറാക്കുക തഹദീറിന് ഒരു മുന്നറിയിപ്പിൽ സുക്കൂന് സവായിലുൻ. സുക്കൂന് സവായിലുൻ എന്ന് പറഞ്ഞാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കും വാസിയത്തിൽ അസ്മാക്കി എന്ന് പറയുന്നത് കടൽ തൊഴിലാളികൾക്കും അതായത് മീൻപിടുത്തക്കാർക്കും മീൻ ഇജാബിനിൽ ബഹരി കടൽ പ്രക്ഷോഭത്തെ കുറിച്ചൊരു മുന്നറിയിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും കടൽ പ്രദേശത്ത് താമസിക്കുന്നവർക്കും വേണ്ടി ഒരു മുന്നറിയിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് തുവജ്ജു മാർഗനിർദ്ദേശം നൽകുന്നു. ഹുക്കൂമത്തുൻ ഗവൺമെന്റ് ഇല സുക്കൂനിൽ മനാത്തിക്കുൻ സാഹിലത്തുൻ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി ഗവൺമെന്റ് മാർഗനിർദ്ദേശം നൽകുന്നു. തഹദീറൻ ഒരു മുന്നറിയിപ്പ്. മിൻ ഹുത്തൂലിൽ അംതാറുൻ അസീസത്തുൻ, മിൻ ഹുത്തൂലി പെയ്യുമല്ല അംതാറുൻ മായ അസീസത്തൻ
ശക്തമായ പെയ്യും. ദാലിക്ക എന്ന് പറയുന്നത് അതായത് അത് എന്ന് ഉദ്ദേശിക്കുന്നത് മഴ. ദാലിക്ക മഴ ഇബിത്തതവൻ തുടങ്ങി മിൻമശായി ലിയോമി ഇന്ന് വൈകുന്നേരം വനർജു മിൻ ജാമ്യത്ത് ഞങ്ങൾ എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അവതരത്തിൽ ഹിയാത്തത്തുൻ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ലഹിൽ ജദ്വൽ അജ്വലിൽ അസലത്ത്. ലഹിൽ ശ്രദ്ധിക്കുക, അൽ ജദ്വൽ പട്ടിക ശ്രദ്ധിക്കുക, അജീബ് അൻ അസലത്ത് ചോദ്യത്തിന് ഉത്തരമേകുക. അപ്പൊ എക്സാമിന് ഷുവറായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ കരുതുന്നു, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാറ്റേൺ എന്തായാലും വരും. അപ്പൊ നമുക്ക് നോക്കാം. ഇസ്മി എന്ന് പറയുന്നത് പേര്, മനാസിബ് എന്ന് പറഞ്ഞ നേട്ടങ്ങൾ, വിലായത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ നാട്, കുത്തുബ് എന്ന് പറഞ്ഞ കിതാബുകൾ. അപ്പൊ നമുക്കിവിടെ ഇസ്മു നോക്കാം. ഹാഫിദു ഇബ്രാഹിം, പിന്നെ രണ്ടാമത്തെ പേരെന്ന് ബർസിം, പിന്നെ മൂന്നാമത്തെ പേരെന്ന് പറയുന്നത് അബ്ദുൽ കലാം. അപ്പൊ നമുക്ക് ഇവിടെ അടിയിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ സാഹിറു ഉലിദ ഫി മിസ്രിൽ ജനിച്ച കവി ആരാന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ വിലായത്തിൽ ഇവിടെ എന്ത് കാണുന്നുണ്ട്? മിസ്രി എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഈ മിസ്രിൽ ജനിച്ച ആളാരാണ്? ഹാഫിദു ഇബ്രാഹിം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹാഫിദു ഇബ്രാഹിം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാ ഇസ്മു റിയാദുൽ ഖുത്രിയുടെ പേരെന്താന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ, രണ്ടാമത്തെ ആൻസർ ഏതാണ്? ഇത് ബർസിം. ഇനി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് കാന റയീസുൽ ഇന്ത്യയുടെ റയീസ് നേതാവ് ആരാന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ നേതാവ് ആരാണ്? റയീസുൽ ഇന്ത്യ ആരാണ് ഇവിടെ? അബ്ദുൽ കലാം. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ആൻസർ. ഇനി നാലാമത്തെ ചോദ്യം. മൻ കത്തബ അജിനത്തിൽ മിന്നാരി എന്ന കിതാബ് ആരാണ് എഴുതിയത് എന്നാണ്. അപ്പോൾ ആരാണ് എഴുതിയത്? അബ്ദുൽ കലാം. നാലാമത്തെ ആൻസറും അബ്ദുൽ കലാം. ഇപ്പൊ എല്ലാവരും ഈ ചോദ്യം ശ്രദ്ധിച്ചോണ്ടി. പിന്നെ ഇതേപോലെയല്ല പാറ്റേൺ എന്തായാലും എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. ഇനി അടുത്തത് 14 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഫിക്രത്തൻ താഴെയുള്ള സെന്റൻസ് നീ വാഹിദ് നീ നിർമ്മിക്കുക. സലാസത്ത് അസ്ഇലത്തി 3 ചോദ്യങ്ങൾ മുസ്തഹിത്തിൽ അദ്വാത്തിൽ ഇസ്തിഫാനിൽ താലിയത്ത്. താഴെയുള്ള പോയിന്റുകൾ ഉപയോഗിച്ച് അവയുടെ സഹായത്തോട് കൂടി ഒരു 3 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ കാനത്ത് റാണി ലക്ഷ്മിബായി എന്നവരായിരിക്കുന്നു മലിക്കത്തുൽ ജാൻസിയുടെ രാജ്ഞിയായിരിക്കുന്നു. രാജ്ഞി ജനിക്കപ്പെട്ടു ഫി വറാനാസിയിൽ സനത്ത 1828 വർഷം വാരാണസിയിൽ മലിക്കത്ത് ജാൻസി ജനിച്ചു. തദ്റബത്ത് പരിശീലനം നേടിയ ഫുറൂസിയത്തുൻ കുതിരപ്പന്തയത്തും റാമിയത്തുൻ അമ്പയത്തിലും ഫുനൂനി ദിഫായ് അന്നഫ്സി ഈ ഫുനൂനി അന്നഫ്സി എന്ന് പറഞ്ഞ ആയോധന കലയിലും വദസത്തിൽ സിനിഹ അവരുടെ ചെറുപ്പകാലത്തിൽ. അപ്പൊ ഇവിടെ നമുക്ക് 3 പോയിന്റുകൾ തന്നിട്ട് ഈ 3 പോയിന്റ് കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ മൻ എന്ന് പറയുന്നത് ആര്, ഐന എന്ന് പറയുന്നത് എവിടെ, മാത എന്ന് പറയുന്നത് എന്ത്. അപ്പോ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഈ മൻ എന്ന് വെച്ചുകൊണ്ട് ചോദ്യം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മൻ എന്ന് പറയുന്നത് ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ മൻ കാനത്ത് റാണി ലക്ഷ്മിബായി. ഇതിപ്പോ ഒരു ചോദ്യമായി, ആരാണ് റാണി ലക്ഷ്മിബായി എന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മലിക്കത്തുൽ ജാൻസി. ഇത് നമുക്കിവിടെ ചോദ്യങ്ങളാണ് ഉണ്ടാക്കാൻ പറയണത്, ഉത്തരം പറയണില്ല. എന്നാലും നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇനി ഐന എന്ന പോയിന്റ് ഉണ്ട്. ഐന എന്ന് പറയുന്നത് എവിടെ. അപ്പൊ ഐന ഒലിതത്ത് മലിക്കത്തുൽ ജാൻസി റാണി എവിടെ ജനിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഐന എന്ന് ചേർത്ത് കൊടുക്കാം. ഐന ഒലിതത്ത് റാണി ലക്ഷ്മിബായി എവിടെ ജനിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് വാരാണസി. ഇനി മാത പറഞ്ഞാൽ എന്ത്? മാത തത്വബത്ത് എന്താണ് പരിശീലനം നേടിയത്. ഇപ്പൊ മാത തത്വബത്ത് എന്താണ് പരിശീലനം നേടിയത്. ഫുറൂസിയത്തും കുതിര സവാരിയും റിമായത്തുൻ അമ്പയത്തും അഫുനൂനി ദിഫാഇ
ഫായിൽ അൻ നഫ്സി എന്ന് പറയുന്നത് ആയോധന മാർഷലും. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് മാ ഉന്നിയത്തുക, നിന്റെ ആഗ്രഹം എന്താണ്? ഫി ഹയാത്തി, നിന്റെ ജീവിതത്തിൽ. വ കൈഫ തുവക്കുക, നീ അതെങ്ങനെ നേടും? വഹിദുൽ മുദക്കിറത്തുൻ, ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാനാണ് പറയണത്. അപ്പൊ ഇതിന്റെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിളാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അത്തമന്നെ, ഞാൻ ആഗ്രഹിക്കുക, അന്നക്കൂന ആവാൻ വേണ്ടി, ഷുർത്തിയൻ പോലീസ് കാതിറൻ, കഴിവുള്ള ഒരു പോലീസ് ആവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. സഹക്കുക്ക, ഞാനത് നേടും. ദാലിക്കൽ, ആ പോലീസ് ജോലി. മിൻ ഹിലാലിൽ ഹമലി ജിത്തുൻ വ തവാഫിനി, ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും ഞാനത് നേടും. മിൻ ഹിലാലിൽ ഹമലി ജിദ്ദ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനത്തോടെയും കൂടെയും. ഇനി അടുത്തത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ബയാനത്ത് ഷഖ്സിയത്ത്, ഒരു ബയോഡാറ്റ ഉണ്ടാക്കാൻ പറയല്. ഇപ്പൊ ഇക്കാരം ബയോഡാറ്റയുടെ ഫോർമാറ്റ് എന്തായാലും നമ്മൾ കാണാതെ പഠിക്കണം. ഇസ്മു കാമിൽ, വത്താരിയുൽ മീലാദ്, മക്കാനുൽ മീലാദ്, ഇസ്മുൽ വാലിദത്ത്, മുഅല്ലിഫത്തുൽ തഹ്ലിയത്ത്, വദീഫത്ത്, മുനാസിബ്, ഇൻജാസത്തുൽ ബാരിസത്ത്, വത്താരിയുൽ വഫാത്ത്. അപ്പൊ നമ്മൾ നിർബന്ധത്തിൽ ബയോഡാറ്റ ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ എന്തായാലും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്മുൽ കാമിൽ നിർബന്ധമാണ്, താരിയുൽ മീലാദ് നിർബന്ധമാണ്, മക്കാനുൽ മീലാദ് നിർബന്ധമാണ്, ഇസ്മുൽ വാലിദത്തും നിർബന്ധമാണ്, നിർബന്ധമാണ്, വദീഫത്ത് നിർബന്ധമാണ്, മനാസിബ് നിർബന്ധമാണ്, താരിഫുൽ വഫാത്ത് അതും നിർബന്ധമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞ മോഡല്. അപ്പൊ ഇവിടെ നമുക്കൊരു മോഡൽ തന്നിട്ടുണ്ട്. വാദാനി ഉക്തുബുൽ ദർസ കത്തബ. ഇവിടെ ഈ മാതയായ ഫീൽ എന്താട്ടിക്കണം, ഇവിടെ മുള്ളാരി അയക്കണം. അതായത് കത്തബ പറഞ്ഞ ഈ എഴുതി, അക്തുബ് പറഞ്ഞാൽ ഞാൻ എഴുതും എന്നാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഫീലുകളുണ്ട്. ഞാൻ ചെയ്ത പ്രവൃത്തി എന്നാക്കണം. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദാനി ഡാഷ് കലീലൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദാനി ഉഫക്കിറു കലീലുൻ. ഇവിടെ ഫക്കറ എന്നുള്ളത് എന്താക്കി, നമ്മള് ഉഫക്കിറുൻ എന്നായി, ഞാൻ ചിന്തിക്കുന്നവനായി. ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഡാഷ് ഡാഷ് അൽ വർക്കൻ എന്നുള്ളതായി. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, ഇവിടെ എല്ലായിടത്തും നമ്മൾ ദാനി തന്നെയാണ് കേട്ടോ ചേർക്കേണ്ടത്. ആൻസർ എന്ന് പറയുന്നത് ദാനി ഉർത്തിബു അൽ വർക്കൻ. ഇനി മൂന്നാമത്തെ ചോദ്യം ഡാഷ് ഡാഷ് അൻ സവായിലി. ദാനി ഉജീബു അൻ സവായിലി. ഈ അജാബൻ എന്നുള്ളത് നമ്മൾ എന്താക്കി, ഇവിടെ ഉജീബൻ എന്നാക്കി. അടുത്തത് നാലാമത്തത് ഡാഷ് ഡാൽ ബിജവാലി. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദാനി അൽ അബു ബിൽ ജവാലി. ലഹിബ എന്നുള്ളത് നമ്മളിവിടെ എന്താട്ടി, അൽഹബു ഞാൻ കളിക്കുന്നവനാക്കി. അഞ്ചാമത്തെ ചോദ്യം ഡാഷ് ഡാഷ് ഫത്ത. ഇവിടെ ദാനി ഫത്ത എന്നുള്ളത് അഫ്തലാക്കി, ബാബ് എന്നുള്ളത് ബാബൻ എന്നാക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇവിടെ ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഈ ഗ്രാമർ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, മുള്ളാരിയായ ഫീലിന് അവസാനം എപ്പോഴും എന്തേക്കാരം, ലൊമ്മേക്കാരം. അതിനെ ഫത്ത ആക്കണ 4 അക്ഷരങ്ങൾ നേരത്തെ മുമ്പ് പറഞ്ഞില്ലേ. ഒന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് അൻ, 2 ലൻ, 3 കൈ, 4 ഇത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. യുഹിബ്ബുൽ വലദു അൻ യദ്ഹബു ലിൽ മദ്രസത്തി. ഇവിടെ യദ്ഹബു എന്നുള്ളത് അന്ന് വന്നുകൊണ്ട് യദ്ഹബ എന്നായി. അതായത് ഇവിടെ അൻ, ഇവിടെ ലൻ, ഇവിടെ കൈ, ഇവിടെ ഇതൻ. ഈ 4 അക്ഷരത്തിന് ശേഷം ഒരു ഫീല് വരുമ്പോ ആ ഫീലിന് എന്തേക്കാരം അവസാനം ഫത്തഹ് അയക്കാരം. നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. യുഹിബ്ബുൽ വലദു അൻ യദ്ഹബു ലിൽ മദ്രസത്തി, കുട്ടി സ്കൂളിൽ പോവാൻ ആഗ്രഹിക്കുന്നു. ലൻ യഫുസുൽ കസ്ലാനി, മടിയൻ വിജയിക്കുകയില്ല. ഇവിടെ ലെൻ എന്നില്ലെങ്കിൽ യഫൂസൽ കസ്ലാനി എന്നേക്കാരട്ടോ. ഇവിടെ ലെൻ വന്നോണ്ട് യഫൂസൽ കസ്ലാനി. ഇനി മൂന്നാമത്തത് ഹർജ സാലിമു ഇലൽ മൈതാനിൽ കൈ എൽഹബു. സലീം കളിക്കാൻ വേണ്ടി മൈതാനത്തേക്ക് പുറപ്പെട്ടു. അപ്പൊ അവിടെ കൈ വന്നത് കൊണ്ട് എൽഹബു എന്നുള്ളത് എൽഹബ എന്നായി, അവസാനം ഫതഹ് വന്നു. ഇനി അടുത്ത നാലാമത് ഇതാ ഹളറത്ത് ഫി മദ്രസത്തി വൈദൻ സാഹിലക്കൽ മാക്ക. നീ സ്കൂളിൽ ഹാജരായാൽ ഇപ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അതായത് ഇവിടെ ഇതൻ എന്ന് വന്നത് കൊണ്ട് ഇവിടെ
സ അജിലിസു എന്നുള്ളത് സ അജിലസ് അജിലിസ എന്നായി. അതായത് അവസാനത്തെ ലൊമ്മുള്ളത് ഫത്തായി. അപ്പൊ ഈ ഗ്രാമർ നമ്മൾ എന്തായാലും പഠിച്ചേക്കാം. ഈ അൻ ലൻ കൈ ഇതൻ ഈ 4 അക്ഷരങ്ങൾ വന്ന് അതിന്റെ ഫീൽഡിന് എന്ത് ചെയ്യണം? ഫത്തഹ് ചെയ്യണം. അപ്പൊ നമ്മളെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവരും SLC അറബിക് എക്സാമിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.